ഹലോ, താളമൊക്കെ ചവിട്ടി എങ്ങോട്ട് പോവുകയാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. മരുഭൂമി കാണാൻ വേണ്ടിയിട്ട് ദുബായ് വരെ എത്തി നിൽക്കുക. മീറ്റ് റാഷിദ് ഭയ്യ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല പുള്ളി. ആ മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് ബെൽറ്റൊക്കെ ഇടിയിച്ചിരുത്തി വെച്ച് പിന്നെ സ്വർഗം കാണിച്ച് പുള്ളി. സാൻഡ് ഡ്യൂൺസിൻ്റെ മുകളിലൂടെ തെലങ്ങും വിലങ്ങും ഒരു പോക്ക്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അപ്പൊ പോവാല്ലേ? ഓക്കേ. പുള്ളി ഒരു അസാധ്യ ഡ്രൈവർ തന്നെ. കാറിലിരുന്നിട്ട് എത്രത്തോളം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല. പ്യുവർ അഡ്രിനാലിൻ റഷ് ആയിരുന്നു. സാൻഡ് ഡ്യൂൺ ബാഷിങ് ഒരു രക്ഷയില്ല, പൊളിച്ചടി. ഡെസേർട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ 4 വീലിൻ്റെയും ടയറിൻ്റെ പ്രഷർ ടെറൈൻ അനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു. കണ്ണെത്താ ദൂരം മൊത്തം ഡെസേർട്ട് കണ്ടിട്ടില്ലാത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. കുറേ ദൂരം ഉള്ളിൽ കറങ്ങി വെച്ച് ഒരു പീക്ക് പോയിന്റിൽ കൊണ്ടു നിർത്തി. മണലാരണ്യം കണ്ടതിൻ്റെ സന്തോഷത്തിൽ എടുത്തു കൂട്ടി കുറച്ച് ഫോട്ടോസും. അവിടെ കുറച്ചു നേരം നിന്ന് ബാക്കി വണ്ടികളുടെ അഭ്യാസ പ്രകടനം കണ്ട് രോമാഞ്ചം കൊള്ളുമായിരുന്നു. ഇതുപോലെ ഇടയ്ക്ക് മണ്ണിൽ പുതഞ്ഞു പോകുന്ന വണ്ടികൾ കൊണ്ട് കുറേ ആൾക്കാരുടെ വരവും പോക്കും കണ്ടിട്ട് ഇതേ തിരിച്ച് വീണ്ടും തുടങ്ങി. നമ്മുടെ ദുബായ് ട്രിപ്പ് ഫുൾ ഓർഗനൈസ് ചെയ്തത് ക്ലൗഡ് ലൈഫ് ട്രാവൽസ് ആണ് ദുബായിലുള്ള. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദുബായ് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവർ ചെയ്തു തരുന്നത്. വണ്ടി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ഡെസേർട്ട് ക്യാമ്പിനെ ലക്ഷ്യമാക്കിയുള്ള പോക്കാണ്. കൂനെയുള്ള മണലാരണ്യത്തോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഡെസേർട്ട് ക്യാമ്പിലെത്തി. ആദ്യം തന്നെ കണ്ണുപോയത് ബഗ്ഗിയിലേക്കായിരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ പേടിച്ചിരുന്ന ചിന്നുകുട്ടിനെ വലിച്ചു കയറ്റി സീറ്റ് ബെൽറ്റ് ഇട്ട് ഇടിച്ചിരുത്തി. ആക്ച്വലി ഇറ്റ് വാസ് എ സൂപ്പർ കൂൾ എക്സ്പീരിയൻസ്. ഡെസേർട്ട് ഏരിയ കൂടെ ബഗ്ഗി പറപ്പിച്ച് നടക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഈ വക കാര്യങ്ങളിലോട്ടായതുകൊണ്ട് അവളിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് ക്യാമൽ റൈഡ് ആയിരുന്നു. ചെറിയൊരു റൗണ്ട് ട്രിപ്പ്. ഒട്ടകത്തിനെ പട്ടിയെന്ന് വിളിച്ച് അവമാനിച്ചതിന് ഒട്ടകം പണി കൊടുത്തു. അതിൻ്റെ വിശദീകരണം മുന്നോട്ട് വീഡിയോയിൽ കാണാം. ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ക്യാമ്പിനകത്തേക്ക് കയറി. ബെല്ലി ഡാൻസ് ഒക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ സ്ഥലം ഉറപ്പിച്ചതാണ്. പിന്നെ ആ ദുഃഖവാർത്ത മനസ്സിലായത്. റമദാൻ കാരണം ബെല്ലി ഡാൻസ് നിർത്തി വെച്ചേക്കുക. ഒട്ടകത്തിനെ കയറിയപ്പോൾ എന്തിനാടി പൊട്ടിന്ന് വിളിച്ച്? എന്തിനാ ഒട്ടകത്തിനെ പട്ടിന്ന് വിളിച്ചത്? എന്തിനാ? അതുകൊണ്ടല്ലേ നിന്നെ അതിന് അവസാനം ലാസ്റ്റ് കുത്തി ഇറക്കിച്ച് അല്ലേ? അങ്ങനെ ഈവനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. തനൂറ ഷോ ആയിരുന്നു ആദ്യം. തനൂറ എന്ന് പറയുന്ന ഇസ്ലാമിക് കൾച്ചറുള്ള എല്ലാ കൺട്രീസിലുള്ള ഒരു ഡാൻസ് ഫോമാണ്. ഇതിൻ്റെ ഇടയിൽ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങി. കൂടെ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരത്തിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഡാഡിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു കൊച്ചു കുറുമ്പീനെയും കണ്ടു. അങ്ങനെ ഫയർ ഷോ സ്റ്റാർട്ട് ചെയ്തു. ആനിമേസിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് ആക്ഷൻസ് ആയിരുന്നു പുള്ളിയുടെ. ഫയർ ഷോ എല്ലാം കൊണ്ടും സെറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ എൻഡിലേക്ക് എത്തി. എല്ലാവരും തിരിച്ച് അവരവരുടെ ഹോട്ടലിലേക്ക് പോകുന്നതിൻ്റെ തിരക്കായിരുന്നു. അകത്ത് കയറി നേരത്തെ സീറ്റ് പിടിച്ചിട്ട് ബാബാന്ന് വിളിക്കുന്ന വൃത്തി അവിടെ ഇരുന്നു.
ഈ ക്യാമ്പിലേക്കുള്ള വണ്ടികളാണ് മൊത്തം. ദുബായ് ഡെസേർട്ട് സഫാരി ആൻഡ് സൂപ്പർ പൊളി എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ ബൈ.